നമ്മളിപ്പോൾ ടൈം പറയാനും എഴുതാനും പഠിച്ചു കഴിഞ്ഞു. എ.എം എന്താണ്, പി.എം എന്താണ് ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇവിടെ പറയാൻ പോകുന്നത് 24 ഹവേഴ്സ് ടൈമാണ്. ഇവിടെ എന്താണ് എ.എം, പി.എം ഇല്ല. അതില്ലാതെ തന്നെ ഇവിടെ നമുക്ക് പരിശോധിക്കാം. മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്? രാത്രി 12 മണി മുതൽ അതായത് 12 എ.എം മുതൽ എത്ര വരെ? ഉച്ചയ്ക്ക് 12 അതായത് പി.എം വരെ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ? ഈ പി.എമ്മിന് ശേഷം പിന്നെ എന്താണ് പറഞ്ഞിരുന്നത്? 12 പി.എം ടു എന്ത് പറഞ്ഞു? 12 എ.എം അല്ലേ? രാത്രി 12 മണി വരെ. 1നും 12നും ഇടയിലുള്ള ടൈമായിരുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. സപ്പോസ് നമ്മുടെ ക്ലോക്ക് ഇങ്ങനെയാണെന്നിരിക്കുക. ഇതുപോലെ ക്ലോക്ക് സാധാരണ വരയ്ക്കാറില്ല. ഇനി നമുക്ക് നോക്കാം. ഒരു ദിവസം 1 ഡേ എന്ന് പറയുന്നത് എന്താണ്? 24 ഹവേഴ്സ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എ.എം, പി.എം എന്ത് ചെയ്യാം? എ.എം, പി.എം എന്ന് പറയുന്ന വാക്കുകൾ എന്ത് ചെയ്യുക? ഇനി മുതൽ ഉപയോഗിക്കുന്നില്ല. അതിന് പകരം നമ്മൾ 24ൽ തുടങ്ങി 24ലേക്ക് അവസാനിക്കുന്ന ഒരു ക്ലോക്ക്. അതാണ് നിങ്ങളിവിടെ കാണുന്നത്. 24ൽ തുടങ്ങിയിട്ട് എന്താണ്? 24ലേക്ക് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടൈം പറയുമ്പോൾ 24ൽ തുടങ്ങി അടുത്ത ടൈം വരുന്നത് ഏർലി മോർണിംഗ്. അതായത് നമ്മൾ 1 എ.എം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ എന്താണ്? 0100 എന്ന് പറയാം. അതായത് രാവിലെ 1 മണി. പിന്നെ രാവിലെ 6 മണിയാകുമ്പോഴോ നമ്മൾ അതേപോലെ തന്നെയാണ് പറയുന്നത് 0600 6 മണിയായി കഴിഞ്ഞു. പിന്നീട് എന്ത് ചെയ്യും? വീണ്ടും ടൈം മൂവ് ചെയ്ത് 12ലേക്ക് എത്തുകയാണ്. അപ്പം നമ്മൾ എന്ത് പറഞ്ഞു? 12:00 പി.എം എന്നാണ് മുമ്പേ പറഞ്ഞിരുന്നത് അല്ലേ? ഇവിടെ നമ്മൾ പി.എം എന്ന് പറയുന്നില്ല. പിന്നീട് 1 മണിയാകുമ്പോൾ ഇവിടെ എത്തുമ്പോഴെന്താണ്? 1 മണിയാണ് ആവുന്നത് അല്ലേ? അതിന് പകരം ഇവിടെ നമ്മൾ എഴുതുന്നത് എത്രയാണ്? 13 എന്നാണ് എഴുതുന്നത്. അതായത് 12ന്റെ കൂടെ 1 കൂട്ടി. എപ്പോഴെന്താണ്? 1300. 1300 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 12ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 13 കിട്ടുക എന്ന് നോക്കുക. 1 കൂട്ടിയാലാണ് 13 കിട്ടുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക 1300 എന്ന് പറഞ്ഞാൽ 1 പി.എം ആണ്. അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈമാണ്. കുട്ടികൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ക്ലോക്ക് ഞാൻ ഒന്നുകൂടെ മാറ്റി വരച്ചിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കൂ. ഇവിടെ വരുന്നത് 00 അല്ലേ? 00 എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ 24 ഹവേഴ്സിനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 00 എന്ന് പറയുമ്പോൾ ഇവിടെ 24 ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ക്ലോക്ക് വരച്ചിരിക്കുന്നത് 24ൽ തുടങ്ങി 24ലേക്ക് അവസാനിക്കുന്നതാണ്. 4 മണി എന്ന് പറയുമ്പോൾ നമുക്ക് 4 എന്ന് ഈസി ആയിട്ട് പറയാം. 7 മണിയായി എന്ന് പറയുമ്പോൾ എന്താണ്? 7 നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം. അവിടെ കോംപ്ലിക്കേഷൻ ഒന്നും തന്നെ വരുന്നില്ല. ഇനി നമുക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈം എടുക്കാം. ഉച്ചയ്ക്ക് 12ൽ തുടങ്ങി 24ലേക്ക് എത്തുന്ന ടൈം കാൽക്കുലേറ്റ് ചെയ്യാണ് നമുക്ക് കുറച്ച് ഡൗട്ട് വരുന്നത്. ഡൗട്ട് വരേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളാണ്. 18:00 ഇതാണ് ഇപ്പോഴത്തെ ടൈം എന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. 18 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെ 13 എന്ന് പറയുമ്പോൾ എന്തായി? 1 ആയി. 14 എന്ന് പറയുമ്പോൾ 2 നമുക്ക് എഴുതാം 3 4 5 6 അപ്പോഴെന്താണ്? 1800 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0600 പി.എം എന്ന് നമുക്ക് പറയാം. അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈമാണ് അത്. ആഫ്റ്റർനൂണിന് ശേഷമുള്ള ടൈമാണ്. മോർണിംഗ് ആണ് വരുന്നത് അല്ലേ? ആഫ്റ്റർനൂൺ ആണ് വരുന്നത്. കാൽക്കുലേറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമുക്ക് നോക്കിയാൽ മതി. ഇവിടെ വരുന്നത് 18 ആണ് വരുന്നത് അല്ലേ? ഈ 12നോട് എത്ര കൂട്ടിയാലാണ് 18 വരുന്നത്? അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 12ന്റെ കൂടെ 6 കൂട്ടിയപ്പോഴാണ് എന്ത് കിട്ടിയത്? 18 കിട്ടിയത്. അപ്പോൾ നമുക്ക് 6 എന്ന് കിട്ടി. ഇനി നമ്മൾ ഒരാളോട് പറയാണ് 15 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 12ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 15 കിട്ടുക എന്ന് നോക്കുക അല്ലേ? 12ന്റെ കൂടെ 3 കൂട്ടിയാലാണ് 15 വരുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? 3 പി.എം എന്ന് പറയാം. അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സപ്പോസ് ഇനി നമ്മളോട് ഒരാൾ പറയുകയാണ് 16:15 ഇപ്പോഴത്തെ ടൈം പറയുന്നത് 16:15. ഈ 15നെ നമ്മൾ എത്ര ഗൗരവമാക്കിയിട്ട് എടുക്കേണ്ട? 16. 12ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 16 കിട്ടുക എന്ന് നോക്കുക. 12ന്റെ കൂടെ 4 കൂട്ടിയപ്പോഴാണ് 16 കിട്ടിയത്. പറയാം 0415 പി.എം. കുട്ടികൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ടേബിൾ ഇവിടെ വരയ്ക്കാനുണ്ടായത്. ഇനി നമുക്ക് നോക്കാം. 21 എന്ന് പറയുമ്പോൾ 21 ടൈം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളിവിടെ 6 വരെയാണ് എഴുതിയിട്ടുള്ളൂ. അങ്ങോട്ട് എഴുതുന്നില്ല. 12ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 21 കിട്ടുക എന്നാണ് നമ്മൾ നോക്കേണ്ടത്. 9 കൂട്ടി നോക്കാം. 9 + 2 11ക്ക് 1 ബാക്കി വരുന്നത് 1 ആണ്. 1 + 1 2. അപ്പോൾ 9ന്റെ കൂടെ 12 കൂട്ടിയപ്പോഴാണ് എന്ത് കിട്ടിയത്? 21 കിട്ടിയത്. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? 9
PM ആയി എന്ന് പറയാം. കുട്ടികൾ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ട ഒരു കാര്യം കൂടെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനിവിടെ ഒരു ചെറിയൊരു ക്ലോക്ക് വരച്ചിട്ടുണ്ട്. ഇവിടെ വരുന്നത് എത്രയാണ്? 24 അവേഴ്സ് ടൈമാണ് വരുന്നത്. 24 ടൈം അവേഴ്സിനെ സൂചിപ്പിക്കുന്നത് 00 കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് എന്താണ് 1 ഓ ക്ലോക്കിലേക്ക് വരികയാണ്. 00 അവേഴ്സിനും 1 ഓ ക്ലോക്കിനും ഇടയിലുള്ള ടൈം എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? 12 മണി കഴിഞ്ഞ്, അതായത് 24 മണിക്കൂർ കഴിഞ്ഞ് 10 മിനിറ്റ് ആയി എന്ന് കരുതുക. എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? 0010 എന്നാണ് പറയേണ്ടത്. 30 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് പറയും? 00:30 എന്ന് പറയും. അതാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. പിന്നീട് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ബസ് സ്റ്റാർട്ടഡ് ഫ്രം കോഴിക്കോട് 15:30 കോഴിക്കോട് നിന്ന് ഒരു ബസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. തിരുവനന്തപുരത്ത് എത്തുന്നത് 2:30 ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും തലേ ദിവസം വൈകിട്ടാണ് എന്ത് ചെയ്തത്? ബസ് പുറപ്പെട്ടത്. പിറ്റേ ദിവസമാണ് എത്തിച്ചേർന്നത് അല്ലെ? ഇവിടെ സൂചിപ്പിക്കുന്നത് PM-നെയാണ് സൂചിപ്പിക്കുന്നത്, ഇവിടെ AM-നെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ടോട്ടൽ ടൈം ട്രാവൽ ചെയ്തതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? സ്റ്റാർട്ട് ചെയ്തത് 15:30ക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് എന്ത് ചെയ്യാം? 24 അവേഴ്സ് ഫോർമാറ്റിൽ തന്നെ ഇത് കണ്ടുപിടിക്കാൻ കഴിയും. 15:30യിൽ നിന്ന് ഒരു 30 മിനിറ്റ് കൂടെ ട്രാവൽ ചെയ്താൽ എന്ത് കിട്ടും? 16 അവേഴ്സ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഈ 30 എന്ത് ചെയ്യാം? അവിടെ സൈഡിൽ വെക്കാം. പിന്നീട് 16 മുതൽ 00:00 വരെയുള്ള ടൈം, അതായത് 24 വരെയുള്ള ടൈം, അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 16ന്റെ കൂടി എത്ര കൂട്ടിയാലാണ് 24 കിട്ടുന്നത് എന്നാണ് നോക്കുന്നത്. 16ന്റെ കൂടെ 4 കൂട്ടിയാൽ 20 ആണ്. 20ന്റെ കൂടെ വീണ്ടും ഒരു 4 കൂട്ടിയാൽ എത്രയാണ്? 24 അല്ലെ? അപ്പം 16ന്റെ കൂടെ 8 കൂട്ടിയാലാണ് എന്ത് കിട്ടുന്നത്? 24 കിട്ടുന്നത്. ഈ 24നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 00 അവേഴ്സ് ആയിട്ട് കണക്കൂട്ടുന്നത്. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടി? 8 അവേഴ്സ് എന്ന് കിട്ടി. പിന്നെ ഇവിടെ എന്താണ്? 15:30ന്റെ കൂടെ ഒരു 30 കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ 16 ആക്കിയത്. അപ്പോൾ എന്തായിരിക്കും? ആ ഒരു 30 കൂടെ എന്തുണ്ടാവും? നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഇതിന്റെ കൂടെ എന്താണ് കൂട്ടേണ്ടത്? പിന്നീട് എത്തിച്ചേരുന്നത് 2:30 അല്ലെ? 00 മുതൽ 02:30 വരെയുള്ള ടൈം നമ്മൾ കാണണം. എന്താണ്? ഇവിടത്തേക്ക് എത്രയാണ്? 2:30 മിനിറ്റ് ആണ് അല്ലെ? 2.5 മണിക്കൂറാണ്. ആ 2.5 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ കൂട്ടണം. അപ്പോൾ 8 + 2 എത്രയാണ് വരുന്നത്? 10 ആണ് വരുന്നത് അല്ലെ? 10 അവേഴ്സ് ആയി. പിന്നീട് എത്രയാണ് വരുന്നത്? 30 മിനിറ്റ്സ് + 30 മിനിറ്റ്സ് വരുന്നുണ്ട് അല്ലെ? അതെന്താണ്? 30 + 30 വരുന്നത് 60 ആണ്. 60 മിനിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? 1 അവർ ആണ്. 10 + 1 = 11 അവേഴ്സ്. ടോട്ടൽ അവർ യാത്ര ചെയ്യുന്നത് എന്താണ്? 11 അവേഴ്സ് ആണെന്ന് മനസ്സിലാക്കാം. നമുക്കിനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഒരു ഫ്ലൈറ്റ് പുറപ്പെടുന്ന ടൈമാണ് പറഞ്ഞിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് 18:40 ഫ്ലൈറ്റ് പുറപ്പെടുന്നത്. എവിടത്തേക്കാണ്? ഡൽഹിയിലേക്കാണ് പോകുന്നത്. എത്തിച്ചേരുന്നത് 00:10 ആണ്. അപ്പൊ എത്ര ടൈമാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ സ്റ്റാർട്ടിംഗ് ടൈം എത്രയാണ്? സ്റ്റാർട്ട് ചെയ്യുന്നത് 18:40 അല്ലെ? എത്തിച്ചേരുന്നത് എപ്പോഴാണ്? 00:10. 18:40 മുതൽ 00:10 വരെയുള്ള ടൈമാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇത് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? 18:40ന്റെ കൂടെ എന്ത് ചെയ്യാം? നമ്മളൊരു 20 മിനിറ്റ് കൂട്ടാം അല്ലെ? അപ്പോഴെന്തായി? 60 മിനിറ്റ് ആയിട്ട് മാറി. അപ്പൊ എന്തായി? 18 എന്നുള്ളത് എന്തായി? 19 ഹവേഴ്സ് ആയിട്ട് മാറി. അപ്പൊ നമുക്ക് ഈ 20 മിനിറ്റ് എന്ത് ചെയ്യാം? സൈഡിലേക്ക് വെക്കാം. അത് അവസാനം കൂട്ടേണ്ടതാണ് 20 മിനിറ്റ്. 19:00 നിന്ന് എവിടത്തേക്കാണ്? 00:00 ടൈമാണ് ഇനി നമുക്ക് കാണേണ്ടത്. അപ്പോൾ എത്രയാണ്? 90യിൽ നിന്ന് എത്ര കൂട്ടിയാലാണ് 24 കിട്ടുക? 00 എന്ന് പറഞ്ഞാൽ 24 അവേഴ്സ് ആണ് അല്ലെ? 19ന്റെ കൂടെ 5 അവേഴ്സ് കൂട്ടിയാലാണ് 24 കിട്ടുന്നത് അല്ലെ? അപ്പൊ എത്രയായിരിക്കും? 5 അവേഴ്സ് ആയിരിക്കും. നമുക്ക് ഇവിടെ എഴുതാം 5 അവേഴ്സ് എന്ന് എഴുതാം. 18:40ക്കാണ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 19 ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 20 മിനിറ്റ് ഇതിന്റെ കൂടെ കൂട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്ത് ചെയ്യാം? ആ 20 മിനിറ്റ് കൂടെ നമുക്കിവിടെ എന്താക്കാം? എഴുതാം. ഓൾറെഡി 00:00 വരെയുള്ള ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് എന്താണ്? മുംബൈയിൽ എത്തിച്ചേരുന്നത് 00:10ക്കാണ്. അപ്പൊ എന്ത് ചെയ്തു? ഒരു 10 മിനിറ്റ് കൂടെ ഇവിടെ വന്നു. ആ 10 മിനിറ്റ് എന്ത് ചെയ്യാം? നമുക്കിവിടെ കൂട്ടാം. എന്ത് ചെയ്യാം? ഒരു 10 മിനിറ്റ് കൂടെ ഇതിന്റെ കൂടെ കൂട്ടാം. എത്രയാണ് കിട്ടുന്നത്? 5. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 5 അവേഴ്സ് ആൻഡ് 30 മിനിറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും? അവര് ട്രാവൽ ചെയ്തിട്ടുണ്ടാവണം.